എരുമേലിയിലെ കണമലയിൽ നടന്ന വന്യമൃഗ ആക്രമണത്തിനെതിരെ കാഞ്ഞിരപ്പള്ളി SMYM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 ജീവൻ പൊലിഞ്ഞ ദാരുണ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് SMYM പ്രവർത്തകർ അറിയിച്ചത്. 1987-ലെ വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കണമല സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കണമല ജംഗ്ഷനിലും തുടർന്ന് കണമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുമ്പിലും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ സർക്കാർ ഉടനടി ഭേദഗതി ചെയ്തില്ലെങ്കിൽ നാടിന്റെ ഭാവിയായ യുവജനങ്ങൾ നാട് നീങ്ങേണ്ട അവസ്ഥയാണെന്ന് രൂപത വൈസ് പ്രസിഡന്റ് അനിൽ കണ്ടത്തിൽ പറഞ്ഞു. തോമസ് കനകപ്പള്ളിൽ, ഷോൺ കണ്ണാങ്കുഴിയിൽ, ഫാദർ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോർജ് കുഴിക്കാട്ട്, സിസ്റ്റർ റാണി മരിയ, SABS, അലഞ്ചോളി, ജിത്തു നെടുതുകടി എന്നിവർ നേതൃത്വം നൽകി. വളരെ ദുഃഖകരമായ ഒരു വാർത്ത. കണമലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എരുമേലിക്കാര് മുഴുവൻ ഒന്ന് ചേർന്ന് ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണിത്. 1972 സർക്കാർ നടപ്പാക്കിയ നിയമം, വന്യജീവി സംരക്ഷണ വകുപ്പ് നിയമം, ഇന്നേ വരെ ഇതുവരെ അമെൻഡ് ചെയ്തിട്ടില്ല, അതിന് ഇതുവരെ തിരുത്തു വരുത്തിയിട്ടില്ല. പക്ഷേ വന്യജീവികളുടെ ആക്രമണം മൂലം എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയോ മനുഷ്യരുടെ. ഇന്നിവിടെ കണമലയിൽ നടന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. 1972-ലെ നിയമം ഇതുവരെയും തിരുത്തു വരുത്തിയിട്ടില്ല. അതിനെതിരെയാണ് കാഞ്ഞിരപ്പള്ളി രൂപത SMYM ഇന്നിവിടെ പ്രതിഷേധിക്കുന്നത്. തട്ടിക്കൊല്ലുന്നത് കേവലം ഒരു മാധ്യമത്തിൽ വന്നാൽ ഈ കണമല റേഞ്ച് ഓഫീസിൽ നിന്ന് ഫോറസ്റ്റുകാർ നിമിഷ നേരം കൊണ്ട് നമ്മളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും. ഉച്ച കഴിഞ്ഞ് രാവിലെ 2 പേരെ കൊന്ന പോത്തിനെ കൊല്ലാൻ ഉച്ച കഴിഞ്ഞ് റിപ്പോർട്ട് ഇട്ടാൽ ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിൽ ഈ പോത്ത് വന്നു നിൽക്കാൻ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നിമിഷ നേരം കൊണ്ട് ഇതിനെ വെടിവെച്ചിടാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയത്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വോട്ട് ചെയ്യാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ലെന്ന് ഒരിക്കൽ ഞങ്ങളാണ് ഈ നാട്ടിലെ യുവജനങ്ങൾ. നാളെ ഭരിക്കേണ്ടതും പോലീസ് ആവേണ്ടതും ഈ കാടിനെ സംരക്ഷിക്കേണ്ടതും ഞങ്ങളാണ്.